ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എൻ്റെ പേര് അപർണ. എല്ലാവർക്കും സുഖാണല്ലോ? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ്. കാരണം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വറുത്തരച്ച നല്ല ഏട്ടക്കറിയാണ്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചില ആളുകൾക്ക് ഏട്ടക്കറി ഏട്ട മീനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏട്ടക്കറി ഇഷ്ടമില്ല എന്ന് പറയേയില്ല. അപ്പോൾ ചിക്കൻ കറീൻ്റെ ആ ഒരു രുചി പോലെയൊക്കെ തോന്നും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല ഫ്രഷ് മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ വാളൻപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. അതുവരെ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാനിവിടെ നേരത്തെ വറുത്ത് വെച്ച മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിവെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴേക്ക് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 3 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു 8 അല്ലിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 500 ഗ്രാം ഏട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൽ കുറച്ച് ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മുറിയും ഒരിത്തിരിയും കൂടിയേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനി നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. തീ ഇനി കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ഇത് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച് തക്കാളി ഉള്ളിയൊക്കെ അതിൻ്റെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഇത് റെഡി ആവണം. അപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തേങ്ങയൊന്നും കരിയാതെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂടൊന്ന് തണുത്തപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ഗ്ലാസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൺചട്ടിയിൽ തയ്യാറാക്കി വെച്ച അതിലേക്ക് അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസായ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ആവശ്യത്തിന് കട്ടി വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നോക്കി ചേർത്ത് കൊടുക്കണം. ഇതിനി അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 500 ഏട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനി 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ കറീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഇളക്കണ്ട തവി കൊണ്ട്, കാരണം നമ്മൾ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി ഇതേപോലെ തന്നെ ആ കുരുമുളകൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ഒന്നുകൂടി ഞാനിവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നോക്കട്ടെ. നമ്മുടെ കുരുമുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കറീൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി കറിയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പം നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.